AI യുദ്ധം മുറുകുന്നു. ചാറ്റ് ജിപിടിക്കും ചൈനയുടെ ഡീപ് സീക്കിനും ശേഷം മസ്കിന്റെ ഗ്രോക്ക് 3 എത്തുന്നു. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI തങ്ങളുടെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് 3 നാളെ പുറത്തിറക്കും. ചാറ്റ്ബോട്ടിന്റെ സവിശേഷതകൾ വിവരിച്ചുള്ള ലൈവ് ഡെമോയും ഓൺലൈനായി അതേസമയം XAI നടത്തും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 9:30 പുറത്തിറക്കുക. ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടായ AI എന്നാണ് ഗ്രോക്ക് 3ക്ക് മസ്ക് നൽകിയിരിക്കുന്ന വിശേഷണം. ജനറേറ്റീവ് AI രംഗത്തെ പ്രമുഖ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജിപിടിക്ക് ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് ഗ്രോക്ക് 3 വരുന്നത്. നിലവിലുള്ള എല്ലാ AI പ്ലാറ്റ്ഫോമുകളെയും പിന്തള്ളുന്ന പ്രകടനമായിരിക്കും ഗ്രോക്ക് 3 നടത്തുക എന്നും കമ്പനി അവകാശപ്പെടുന്നു. ഡിജിറ്റൽ വിവരങ്ങൾ അഥവാ ഡേറ്റ ഉപയോഗിച്ചാണ് AI പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത്. ഒരു കുട്ടി ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വളരുന്നതുപോലെ ഡേറ്റ പഠിച്ചും വിലയിരുത്തിയുമാണ് AIയും വികാസം നേടുന്നത്. വരുത്തുന്ന തെറ്റുകൾ ഡേറ്റ നോക്കി വീണ്ടും വീണ്ടും പരിഹരിക്കുന്ന സവിശേഷത ഗ്രോക്ക് 3 പുലർത്തുന്നുണ്ടെന്നാണ് കമ്പനിയുടെ വാദം. ഡേറ്റയിൽ തെറ്റുണ്ടെങ്കിൽ അത് കണ്ടെത്തി നീക്കാനും ഇതിന് കഴിയും. സ്ഥിരതയും കൃത്യതയും ഇതുവഴി ഈ പ്ലാറ്റ്ഫോം ഉറപ്പുവരുത്തുമെന്ന് മസ്ക് പറയുന്നു. ചാറ്റ് ജിപിടിയുടെ നിർമ്മാതാക്കളായ OpenAIയുടെ CEO സാം ആൾട്ട്മാനുമായുള്ള കൊമ്പുകോർക്കലിന്റെ തുടർച്ച കൂടിയാണ് ഗ്രോക്ക് 3യെക്കുറിച്ചുള്ള മസ്കിന്റെ ഈ അവകാശവാദം. ചാറ്റ് ജിപിടിയുടെ മാതൃ കമ്പനിയായ OpenAIയുടെ സ്ഥാപകരിൽ ഒരാൾ ഇലോൺ മസ്ക് ആയിരുന്നു. എന്നാൽ പിന്നീട് OpenAIയുടെ വലിയ വിമർശകനായി മസ്ക് മാറി. ലാഭരഹിത രീതിയിൽ വിഭാവനം ചെയ്യപ്പെട്ട കമ്പനി ലാഭക്കണ്ണുകളോടെ പ്രവർത്തിക്കുന്നെന്നായിരുന്നു മസ്കിന്റെ ആരോപണം. നിയമയുദ്ധങ്ങളിലേക്കും ഇത് വഴിവെച്ചു. അടുത്തിടെ OpenAI ഏറ്റെടുക്കാൻ മസ്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ OpenAI CEO സാം ആൾട്ട്മാൻ ആ ഓഫർ തുടക്കത്തിലേ തള്ളി. ഈ പശ്ചാത്തലത്തിൽ ഗ്രോക്ക് 3 കൂടി വരുന്നതോടെ സാങ്കേതിക രംഗത്ത് AI യുദ്ധം മുറുകുകയാണ്. OpenAIയുടെ ചാറ്റ് ജിപിടി അടക്കമുള്ള AI മോഡലുകൾക്ക് ഡീപ് സീക്ക് അടക്കമുള്ള ചൈനീസ് ചാറ്റ്ബോട്ടുകൾ വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് ഗ്രോക്ക് 3യുടെ വികസനത്തെക്കുറിച്ച് ഇലോൺ മസ്ക് തുറന്നു പറയുന്നത്. XAIയുടെ ചാറ്റ്ബോട്ടായ ഗ്രോക്ക് 3 വികസനത്തിന്റെ അന്തിമ പാതയിലാണെന്നാണ് മസ്ക് പറഞ്ഞത്. OpenAIയുടെ ചാറ്റ് ജിപിടിക്ക് വലിയ വെല്ലുവിളിയാകുന്ന പ്രകടന മികവ് ഗ്രോക്ക് 3ക്ക് ഉണ്ടാകുമെന്നും മസ്ക് അവകാശപ്പെടുന്നു. ഗ്രോക്ക് 3ക്ക് വളരെ മികവാർന്ന റീസണിംഗ് കഴിവുകളുണ്ട്. മറ്റ് AI ചാറ്റ്ബോട്ടുകളെയെല്ലാം വെല്ലുന്ന മികവാണ് പരീക്ഷണ ഘട്ടത്തിൽ ഗ്രോക്ക് 3 കാഴ്ചവെച്ചത്. അതൊരു ശുഭസൂചനയാണെന്നുമാണ് ഇലോൺ മസ്കിന്റെ വാക്കുകൾ. മൈക്രോസോഫ്റ്റ് പിന്തുണയുള്ള OpenAIക്കും ആൽഫബറ്റിന്റെ ഗൂഗിളിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വെല്ലുവിളിയുയർത്താൻ ലക്ഷ്യമിട്ട് ഇലോൺ മസ്ക് സ്ഥാപിച്ചതാണ് XAI. OpenAIയുടെ സഹസ്ഥാപകനായിരുന്നുവെങ്കിലും സാം ആൾട്ട്മാനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മസ്ക് 2018 OpenAI വിട്ടിരുന്നു. ഇതിനുശേഷം OpenAI പുറത്തിറക്കിയ ചാറ്റ്ബോട്ടായ ചാറ്റ് ജിപിടി ലോകമെങ്ങും വലിയ പ്രചാരം നേടി. ഇതിനുള്ള മറുപടിയായാണ് മസ്കിന്റെ XAI LLM അടിസ്ഥാനത്തിലുള്ള ഗ്രോക്ക് 1 ചാറ്റ്ബോട്ട് 2023 നവംബർ 3 പുറത്തിറക്കിയത്. 2024 ഓഗസ്റ്റ് 13 ഗ്രോക്ക് 2 പുറത്തിറങ്ങി. എക്സിൽ നേരിട്ടുള്ള ആക്സസ് ഗ്രോക്കിനുണ്ട്. സാം ആൾട്ട്മാനുമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോർവിളിയുടെ തുടർച്ച കൂടിയാണ് മസ്കിന്റെ ഭാഗത്തുനിന്ന് ഗ്രോക്ക് 3യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. $97.4 ബില്യൺ OpenAI ഏറ്റെടുക്കാൻ മസ്കും സംഘവും ആദ്യം രംഗപ്രവേശനം ചെയ്യുകയായിരുന്നു. എന്നാൽ മസ്കിന്റെ ഓഫർ എക്സ് പോസ്റ്റിലൂടെ തള്ളിയ ആൾട്ട്മാൻ വേണമെങ്കിൽ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിനെ $9.74 ബില്യൺ ഏറ്റെടുക്കാമെന്ന് തിരികെ വെല്ലുവിളിച്ചു. ഇലോൺ മസ്ക് സന്തുഷ്ടനല്ലെന്നും അദ്ദേഹത്തിന്റെ അരക്ഷിതാവസ്ഥയാണ് ഇത്തരം വിവേകശൂന്യമായ അവകാശവാദങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്നുമാണ് ഇതിന് സാം ആൾട്ട്മാന്റെ തിരിച്ചടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.